ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇസ്മി നിഷ ഹരിദാസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സമയമില്ലാഞ്ഞിട്ടാണ്. മൊബൈൽ എടുക്കാൻ പോലും ഒന്നും സമയമില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്കും തിരക്കാണ് കുട്ടികളുടെ ഇടയിലായാലും, അല്ലാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മൊബൈൽ എടുത്തൊരു വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം, ഞാൻ പരമാവധി വീഡിയോ എടുക്കാനും എല്ലാവരും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു അമ്പലത്തിൽ പോയതാണ്. കാസർഗോഡ് മല്ലം എന്ന് പറയുന്ന ഒരു അമ്പലത്തിലേക്ക് പോയതാണ്. നമുക്കിവിടെ അടുത്താണ്. അപ്പോൾ ആ അമ്പലത്തിലേക്കൊന്ന് പോയി വന്നിട്ട് ചെറിയ ഒരു വീഡിയോ ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ തോർന്നിരുന്ന ഒരു സമയം, ഒരു ഗ്ലാസ് ചായയൊക്കെ നല്ല ചൂടോടെ ആസ്വദിച്ച് കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് എന്താ വിശേഷം എന്ന് വെച്ചാൽ നല്ല വിശേഷങ്ങളാണ്. അപ്പോൾ ഇത്രയും കാലം എന്തൊരു വെയിലായിരുന്നല്ലേ, വല്ലാത്ത ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരു ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്ത് തുടങ്ങുന്നത് തന്നെ. ഇനി സ്കൂൾ തുറക്കാറായി. ആദ്യമാണെങ്കിൽ ഇവിടെ ഇല്ലട്ടോ. ആദ്യം തൃശ്ശൂരിലേക്ക് പോയാക്കിയാണ് അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് കാല് വയ്യാതിരിക്കുന്നുണ്ട്. അമ്മനെ തൃശ്ശൂരിലേക്ക് ഉണ്ടാക്കിയാണ്. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരട്ടേന്ന് ഓർത്തിട്ട്, കാലുവേദനയൊക്കെ കുറഞ്ഞിട്ട് വരട്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ആദ്യം പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യം പോയോടുകൂടി കണ്ണനും അല്ലാണ്ട് ഒറ്റപ്പെട്ട പോലെയാണ് കേട്ടോ. അവർ ട്വിൻ സിബ്ലിങ്സിനെ പോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയി വരുന്ന വഴിയിൽ കണ്ണിനെ മുടിയൊക്കെ മുറിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എവിടെയോ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോകുന്നൊരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതാണ്. അപ്പോൾ ഈ ജോലി തിരക്കിനിടയിൽ, അതായത് വീട്ടിലെ കലവിലാകൾക്കിടയിൽ നമ്മൾക്ക് മുണ്ടല്ലൊരു അവസരം എന്ന് പറയണത്. അവസരം ആരെയും വിട്ടുപോകില്ല. അവസരങ്ങൾ നമ്മളധികം തേടിപ്പോയില്ലെങ്കിലും നമ്മൾക്ക് വിധിച്ചതാണെങ്കിൽ നമ്മൾക്ക് തന്നെ കിട്ടും. എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ എൻ്റെ ഫാമിലിനെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ എൻ്റെ കുടുംബത്തിനോടൊപ്പം, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികൾ എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞത്. ഇനി എൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ ഞാൻ പറക്കാൻ പോവുകയാണ് ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചാടനല്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. കണ്ണനുമായിട്ട് ഞാൻ ഇൻട്രോ ചെയ്യാൻ വന്നിരുന്നതാണ്. എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഒക്കെ തന്നിട്ട് അമ്മനെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന ആളാണ്. ക്യാമറ കണ്ടപ്പോൾ പിന്നെ ചിലവില്ല എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് കേൾക്കട്ടെ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാൻ അവൻ എന്നെ സമ്മതിക്കണില്ലായിരുന്നു. ഭയങ്കര തമാശയും കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാനിങ്ങനെ വന്നിരുന്നു. പക്ഷേ എന്നെ ഒട്ടും പറയാൻ പറ്റുന്നില്ല. അപ്പം പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് ഞാൻ ഇതിക്ക് മുൻപും പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂസൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ചില ഇൻ്റർവ്യൂസിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഫാമിലി പ്രതിസന്ധികളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊന്നും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലൂടെയൊക്കെ കടന്നുപോയി. പ്രഗ്നൻസി ടൈം അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അതും ജോലി ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് എല്ലാം കൂടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് ഡിലേ ആയിപ്പോയി.
അപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം അയ്യോ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, എൻ്റെ ചിലവിന് എനിക്ക് കാശില്ലല്ലോ, എനിക്കൊരു ജോലി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. പറയുന്നവർക്ക് ഭയങ്കര എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കും. അനുഭവിക്കണം ആ ഒരു അനുഭവം എന്താണെന്നുള്ളത്. അപ്പോൾ നല്ലോണം ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഇൻകം സോഴ്സൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ലെവലിലല്ല എങ്കിലും ഓക്കെയാണ് ഞാൻ. അപ്പോൾ അതിനിടയിലാണ് ഈ ഫാമിലിനെ കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ചെറിയൊരു ഇൻകം, ചെറിയ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഉണ്ടാക്കുന്നു. അതായത് ഞാൻ ഒരു ഹെയർ ആക്സസറീൻ്റെയും ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഓയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കുട്ടികൾക്ക് പ്രൈവറ്റായിട്ട് ഞാൻ ഡ്രോയിങ് ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് ബിസിനസ്, ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അതായത് കുട്ടികളെ വെച്ചുകൊണ്ട് ഞാൻ എവിടെയാണ് ജോലിക്ക് പോണത്. പക്ഷേ അവസരം കിട്ടിയാൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നുള്ളൊരു ഇതായിരുന്നു. തികച്ചും നമ്മളൊരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്നുള്ള ആ ഒരു പട്ടവും കെട്ടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആ ഒരു ഡ്രീം, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമുക്ക് എന്താ ചെയ്യാൻ ആഗ്രഹം, ഇതൊക്കെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പടപടാന്നും പറഞ്ഞ് പടക്കലുണ്ടാവും. എങ്കിലും ഫാമിലി എന്നുള്ള ഒരിത്, കാരണം എനിക്ക് കുട്ടികൾ, എൻ്റെ വീട്, ഫാമിലി, എന്നെ ആശ്രയിച്ച് വന്ന എൻ്റെ മക്കൾ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അവർക്ക് നേരെ ടൈമിൽ ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുക, അതൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം അതും ഞാൻ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അത് നോക്കാനായിട്ട് ആരുമില്ല. അപ്പം അങ്ങനത്തെ ഒരു കുഴഞ്ഞ പ്രതിസന്ധിയിൽ ഞാൻ പെട്ടുപോയി. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം നോക്കിയേ പറ്റൂ. അങ്ങനെ ഇപ്പോൾ ഇതുപോലെ ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട്. കാരണം പഠിച്ചുകൊണ്ടിരിക്കലെ വിവാഹത്തിലേക്ക് ചെന്ന് വീഴും. പിന്നെ മക്കളായി, പിന്നെ ആ വീടായി, മക്കളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, അങ്ങനെ അവർ അതിലേക്ക് തന്നെ പെട്ടുപോകും. പിന്നെ അവർക്ക് അതിൽ നിന്ന് പിടിച്ചെഴുന്നേക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് ജോലി കിട്ടിയാൽ ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ പ്രതിസന്ധിയിൽ കുഴഞ്ഞു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഞാൻ. ദാറ്റ്സ് മീ. ഓക്കെ. അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു വിഷമം അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് ആ ഒരു ഘട്ടം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നൊരു അവസ്ഥ. അപ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി പോലും കാശില്ലാതാവുന്നൊരു വിഷമം എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ റിസൾട്ടിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വലിയ രീതിയിലൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും പല ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്, ഓ ഡെഫിനറ്റ്ലി വി വിൽ കാൾ യു, ഓക്കെ, ഇങ്ങനത്തെ ഒരു വാക്ക്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്കത് ഓക്കെ, ഇതൊക്കെ എത്ര നമുക്ക് കേട്ടത് എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ പിറ്റേന്ന് തന്നെ എനിക്ക് കോൾ വന്നു, ഐ ഗോട്ട് സെലക്റ്റഡ്. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. ഓക്കെ, എനിക്കങ്ങനെ ഒരു സെലക്ഷൻ കിട്ടി. അപ്പോൾ ഇതിക്ക് മുമ്പും സെലക്ഷൻ കിട്ടിയതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കുട്ടികളെ കൊണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂസിനൊന്നും പോയിട്ടില്ല. ജോലിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടുമില്ല. കാരണം അങ്ങനെ ഫോഴ്സ് ഉണ്ടായിരുന്നു ജോലി ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം ഞാൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിൽ പോലും ഞാൻ കൂടുതലും കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് വേറൊന്നും ചിന്തിക്കാതിരുന്നത്. പക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ കാശില്ലാതാവുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് നല്ല രീതിയിൽ ഏറ്റെടുത്തു. ഈ ഒരു ജോലി എന്തായാലും മുന്നോട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുവരെ എന്താ പറയുക, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എൻ്റെ കുഞ്ഞു ബിസിനസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യമാണ്, ഹെയർ ആക്സസറീസും ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തതല്ല, എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഓൺലൈൻ സെയിലിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനേക്കാളും അത് ഒരു സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അടുത്തുനിന്ന് നേരിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ കുട്ടികളാണ് അധികവും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അത് സെയിലാകുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. നിസ്സാര കാര്യമല്ല. അതൊരു 10 രൂപയുടെ ഐറ്റം ആണെങ്കിലും അതിൻ്റെ പടത്തിനേക്കാളും വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം സോൾഡ് ആയി എന്ന് പറയുമ്പോഴൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയതിൽ എനിക്കൊരുപാട്
ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എന്തും നേരിടാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെയും പിടിച്ച് നിൽക്കാട്ടോ. കാരണം അതുപോലൊരു പ്രതിസന്ധിയിലൂടെയാണ് എൻ്റെ ഇതുവരെയുള്ളൊരു ലൈഫ് കടന്നു പോയത്. അപ്പോൾ നല്ലോണം പ്രയാസപ്പെട്ട് നല്ലോണം ബുദ്ധിമുട്ട് എല്ലാത്തരം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഇവിടെയും വരെ എത്തിയത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ മാത്രമേ ചുറ്റും ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും വിളിച്ച് നല്ലത് പറയാനോ ഒന്നിനോ ആരുണ്ടായില്ല. വിളിച്ചായാലും അല്ലെങ്കിലും നമ്മൾ ഒന്നിനും ഒരു ഇതുണ്ടായില്ല. പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും നല്ലവണ്ണം നല്ല വാക്കുകൾ പറഞ്ഞു തരാനും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഭൂരിപക്ഷം ആൾക്കാരും നമ്മളെ അവഗണിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. പക്ഷേ ഇതെല്ലാത്തിനും ഞാൻ മറികടന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കോൺഫിഡൻസ്, ധൈര്യം, ഒരു ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിക്കുക, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു വാക്ക്, അത് സ്വയം നമ്മളോട് തന്നെ പറയുക എന്നുള്ളത്. എനിക്ക് പറ്റും, എന്നെക്കൊണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു അവസരം ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ആ അവസരം നമുക്ക് കിട്ടും. അത് ഞാനെന്നല്ല, ആരായാലും അനുഭവിച്ചവർ കുറേ പേരുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ. ആരവഗണിച്ചാലും നമ്മുടെ ഉള്ളിൽ നമ്മളുടെ സ്വപ്നങ്ങൾ അവർക്കറിയില്ല, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവർക്കറിയില്ല. ഒരു ദിവസം നമ്മൾക്ക് വേണ്ടിയിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അത്രയും മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത് അറിയിക്കണത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹമായിട്ടും എൻ്റെ അമ്മയുടെ അനുഗ്രഹമായിട്ടും എൻ്റെ മക്കളുടെ ഭാഗ്യമായിട്ടും എല്ലാവരുടെയും ഇതായിട്ടാണ് അവരുടെ എല്ലാത്തിനും ആയിട്ട് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഓക്കെ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എന്തായാലും നമ്മൾ പഠിച്ചതിനൊരു മൂല്യം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് എന്നും പറഞ്ഞ് വിധിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. എന്ത് ജോലിയാണെങ്കിലും നമ്മൾക്കതിൽ താല്പര്യം ഉണ്ടാവണം, നമ്മളതിലേക്ക് എത്തിപ്പെടണം, ശ്രമിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കാം, ഒരു ചെവി കൂടെ കേൾക്കാം, മറ്റൊരു ചെവി കൂടെ വിട്ട് കളയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ എൻ്റെ അടുക്കളയിൽ വന്നിട്ട് രാവിലെ എന്താ പറയുക, ഉപ്പുമാവ് ഉണ്ടാക്കണം എന്നിട്ട് ആ ഉപ്പുമാവ് ഉണ്ടാക്കിയത് മാത്രം ആരും കഴിച്ചില്ല. ആർക്കും ഉപ്പുമാവ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുച്ഛമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു കുറച്ച്. ഓക്കെ, കണ്ണനും കുറച്ച് കഴിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നല്ല ചായയൊക്കെ വെച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എന്ത് ജോലിയാണ്, എവിടെയാണ്, എന്താണെന്നെല്ലാം ഞാൻ പറയും എൻ്റെ വീഡിയോയിലൂടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് എന്താ പറയുക, കമൻറ്റ് സെക്ഷൻ ഓഫായിട്ടില്ലെങ്കിൽ ഒരു കമൻറ്റൊക്കെ ചെയ്യാം. ഓക്കെ, അഭിപ്രായങ്ങളൊക്കെ. കാരണം ഓഫ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സംടൈംസ് അത് ഓഫ് ആവാറുണ്ട്. കാരണം നമ്മളതായിട്ടത് ഓഫ് ആക്കുന്നല്ല, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു ഓഫായി പോകുന്നത്. അതൊന്നറിയില്ല, തോന്നണം എനിക്കങ്ങനെ. അപ്പോൾ കമൻറ്റ് സെക്ഷൻ ഓഫല്ല എന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ കണ്ണൻ എന്നെ സഹായിക്കാൻ അടുക്കളയിലേക്ക് വന്നേക്കാണ്. എൻ്റെ സഹായം കൊണ്ട് ഞാൻ എൻ്റെ പൊരുതി മുട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ചായ വെച്ച് തരാം അമ്മേ എന്നും പറഞ്ഞിട്ട് ചായ വെക്കാൻ വന്നു. ഞാൻ തന്നെ ചായ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. എൻ്റെ പൊന്നളിയ, തുണി കഴുകാൻ നേരത്ത് തുണി കഴുകി തന്ന് എന്നെ സഹായിക്കുകയാണ്. ഓക്കെ, അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യുക, കയ്യിൽ നിറച്ച് സോപ്പും പതയും വെള്ളമായിട്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ മൊബൈൽ എടുക്കും? എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു മൊബൈലാണ്. അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പോൾ കണ്ണൻ എനിക്ക് ചായ ഉണ്ടാക്കി തരണം. കണ്ട, ഇതുപോലെ പാലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട്, പിന്നെ ആശാന് ചായപ്പൊടി ഇട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം. ചായപ്പൊടി ഇട്ടപ്പോൾ ചായയുടെ പാലിൻ്റെ കളർ ബ്രൗൺ ആയല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചായപ്പൊടി കോരി ഇടാൻ പോവാണ്. ഞാൻ പിന്നെ പിടിച്ച് വലിച്ചിട്ട്, ഇനി ഇടല്ലേ എൻ്റെ പൊന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്, കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് പിടിച്ച് മാറ്റി. അപ്പോൾ അതാണ് ഗൈസ്. അപ്പോൾ കണ്ണൻ എന്നോട് ദേഷ്യമൊക്കെ വന്നു, അമ്മേ ഞാൻ കുറച്ചും കൂടി ചായപ്പൊടി ഇടാം. പിന്നെ ഇത് പൊന്തി വന്നപ്പോഴേക്കും അവന് വലിയ സന്തോഷമായിട്ടാ.
അപ്പോൾ കണ്ടില്ലേ ഗൈസ് അവൻ്റെ ഒരു സന്തോഷം. ഓഹോ. എന്നിട്ട് അത് പൊന്തി വന്നപ്പോൾ അതിങ്ങനെ തൊട്ട് അവൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞു. അതൊക്കെ പാൽ തിളച്ച് വരുമ്പോൾ അങ്ങനെ ചെയ്ത് പരിശീലനം കിട്ടിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ എന്തായാലും അവരെന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചായ റെഡിയായി. ഞങ്ങൾ അമ്മയും 2 മക്കളും കൂടി പുറത്ത് പോയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചായ ഇതേ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ദേ വീണ്ടും വന്നാക്കാണ് ഗൈസ് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ദേ ഇതൊന്ന് കഴിഞ്ഞ് ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോൾ അതായത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ചെറിയ മഴ ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ ചായ കുടിച്ച്. ആദ്യം ഞങ്ങളുടെ കൂടെയില്ല, ആദ്യം തൃശ്ശൂരാണ്. അതിന് സ്കൂൾ തുറക്കുമ്പോഴേക്കും ഇവിടെ വരും. ഇനി കണ്ണനും കൂടി സ്കൂളിൽ ചേർക്കാൻ പോകണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. വീഡിയോ അതേ കഴിയാറ് എൻ്റെ പൊന്നോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കണ്ണൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ വേഗം പറഞ്ഞോ. പറയാനില്ല കണ്ണനൊന്നും പറയാനില്ല. അയ്യോ ഞാൻ ചോദിക്കണ്ടായിരുന്നു, ചോദിച്ചടി മേടിച്ച്. എന്തെങ്കിലും പറയണ്ടെങ്കിൽ കണ്ണൻ ചായ കുടിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും കണ്ണനോട് ഓക്കെ ബിസ്ക്കറ്റും ചായയും കുടിക്കട്ടെ. അപ്പോൾ കണ്ണനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇത് ഇതുപോലുള്ള മറുപടി ആയിരിക്കും ഗൈസ്. അപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു, ബൈ ബൈ ഉമ്മ.